ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും 31-ാം ദിനത്തിലും 1 കോടിക്ക് മുകളിൽ നേടി റെക്കോർഡ് തീർക്കുകയാണ്. സിനിമ ഒരു ചരിത്രം കുറിക്കുകയാണ്. ഇതുവരെ വന്ന മലയാള സിനിമകളിൽ ഏറ്റവും വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഇതിന് പിന്നിലേ ഉള്ളൂ എത്ര വലിയ സിനിമകളാണെങ്കിലും. എന്തായാലും കളക്ഷൻ്റെ കാര്യത്തിലും അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും സിനിമ കുതിക്കുകയാണ്. ഇന്ന് 31-ാം ദിനത്തെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. 544ഓളം ഷോകളിൽ നിന്ന് 58,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ 89 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ. അതായത് ഫൈനൽ റണ്ണിൽ 95 ലക്ഷം രൂപയോളം വരും എന്നുള്ളതാണ്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം 1 കോടിക്ക് അടുത്ത് സിനിമ എത്തുമ്പോൾ ഇന്നത്തെ കളക്ഷൻ ഞെട്ടിക്കുന്നത് തന്നെയാണ്. 1.25 കോടിക്ക് മുകളിലായിരിക്കും ഇന്നും സിനിമയുടെ കളക്ഷൻ. കഴിഞ്ഞ 2 ദിനങ്ങളിൽ മാത്രമാണ് സിനിമയ്ക്ക് 1 കോടിക്ക് താഴെ പോയത്. അതായത് 29-ഉം 30-ഉം ദിനങ്ങളിൽ മാത്രമാണ് സിനിമയ്ക്ക് 1 കോടിക്ക് താഴെ പോയ ദിനങ്ങൾ. ഇന്ന് 38% സിനിമയുടെ ട്രാക്ഡ് നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് ഉള്ളത്. ഇതിനോടകം തന്നെ 45,000-ഓളം ഷോകളാണ് സിനിമയുടെ ടോട്ടൽ കേരളത്തിൽ കളിച്ചിരിക്കുന്നത്. 80 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ 117 കോടിയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 118 കോടിക്ക് മുകളിലേക്ക് എത്തും. 118 കോടി 25 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇന്ന് സിനിമയുടെ കളക്ഷൻ എൻഡ് ചെയ്യാൻ പോകുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 228.5 കോടി നേടിയെങ്കിൽ ഇന്നത്തോടെ 231 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. സിനിമ 250 കോടി എന്ന ആ ഒരു വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കളക്ഷനിലേക്ക് എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. വീണ്ടും ആളുകൾക്ക് കാണണം എന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് ജോർജ് സാറിനെ തന്നെയാണ് ആളുകൾ കൂടുതലും തിരക്കുന്നത്. ഒപ്പം ലാലേട്ടൻ്റെ മുരുകനെയും ആളുകൾ അല്ലെങ്കിൽ ബെൻസിനെയും ആളുകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. അതെ, ഈ ഒരു മിന്നുന്ന പ്രകടനം മോഹൻലാലിൽ നിന്ന് വന്നപ്പോൾ ബോക്സ് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ ആളിപ്പടരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് തുടരുമെന്ന ചിത്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിജയം ഗംഭീര കളക്ഷനായി റെക്കോർഡ് തീർത്ത് തന്നെയാണ് 31-ാം ദിനത്തിലും 1 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ. ഇതുവരെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് പോലും നേടാൻ കഴിയാത്ത ആ ഒരു ഗംഭീര റെക്കോർഡാണ് സിനിമ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് സിനിമ കണ്ടവരാണെങ്കിൽ ഈ കോരി ചൊരിയുന്ന പേമാരിയിലും നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. എവിടെയാണ് നിങ്ങൾ സിനിമ കണ്ടത്, എത്ര പ്രാവശ്യം കണ്ടു, ഇതെല്ലാം നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. സബ്സ്ക്രിപ്ഷനും മറക്കരുത്. ലാൽ സലാം.